KSRTC ബസ്സുകൾ ഓടുന്നുണ്ട്. പക്ഷേ ടയർ ക്ഷാമം രൂക്ഷമാണ്. നിരത്തിൽ പകുതിയിലധികം ബസ്സുകൾ ഓടുന്നത് തേഞ്ഞ ടയറുകളുമായാണ്. ടയർ ഇല്ലാത്തതിനാൽ പ്രതിദിനം 150ഓളം സർവീസുകൾ തടസ്സപ്പെടുന്നുമുണ്ട്. 5 ദിവസത്തിനിടെ 750 ബസ്സുകളാണ് കട്ടപ്പുറത്തായത്. സർവീസ് മുടങ്ങുന്നതിലേറെയും പ്രിയദർശിനി ബസ്സുകളാണ് എന്നുകൂടി ഓർക്കണം. ടയറുകളുടെ ത്രെഡിംഗ് നടക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. KSRTC 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. KSRTCക്ക് ആവശ്യമായ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ ഇല്ല എന്നുള്ളതാണ് വസ്തുത. മോശപ്പെട്ട ഒരു ടയർ, കണ്ടീഷൻ ഇല്ലാത്ത ഒരു ടയർ ഏതെങ്കിലും ഒരു ബസ്സിലിട്ട് അത് ഓടിയാൽ അത് വലിയ അപകടം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മതിയായ സ്പെയർ പാർട്സ്, മതിയായ ടയർ അടിയന്തരമായി KSRTCക്ക് നൽകിക്കൊണ്ട് ഈ പൊതുഗതാഗത രംഗം ശക്തിപ്പെടുത്തണമെന്നാണ് എംപ്ലോയീസ് സംഘത്തിന് പറയാനുള്ളത്. അശ്വിൻ ഡിയാഗോയാണ് ചേരുന്നത്. അശ്വിൻ, ഇങ്ങനെയായാൽ എത്ര സർവീസുകൾ മുടങ്ങുമെന്ന് അറിയില്ല. 750 ബസ്സുകളാണല്ലോ കട്ടപ്പുറത്തായിരിക്കുന്നത്. വിനിത, അത് കഴിഞ്ഞ 5 ദിവസത്തെ മാത്രം കണക്കുകളാണ്. ഏതാണ്ട് പ്രതിദിനം 150ഓളം വരുന്ന ഓർഡിനറി ബസ്സുകൾ, പ്രത്യേകിച്ച് KSRTCയുടെ സൗജന്യ പദ്ധതിയായിട്ടുള്ള പ്രിയദർശിനി ബസ്സുകൾ ഓടുന്ന ഈ ബസ്സുകൾ 750ഓളം വരുന്ന ബസ്സുകളാണ് ഈ ഓടാതെ കട്ടപ്പുറത്തിരിക്കുന്നത്. ഇതിന് പ്രധാന കാരണം ഈ വാഹനങ്ങൾക്ക് മാറ്റിയിടുന്നതിന് വേണ്ടി ടയർ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. മാത്രമല്ല, ഇനി ഈ റിപ്പയറിംഗ് സ്പെയർ പാർട്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രതിദിനം മുടങ്ങുന്നത് 800-ലധികം ഈ ഒരു സർവീസുകളാണ്. KSRTC സർവീസുകളാണ് ഒരു ദിവസം ഓടാതെ ഇരിക്കുന്നത്. പ്രിയദർശിനി ബസ്സുകളാകട്ടെ പ്രതിദിനം 150ഓളം വരും. അങ്ങനെ കഴിഞ്ഞ 5 ദിവസം 750ഓളം KSRTC പ്രിയദർശിനി ബസ്സുകളാണ് നിരത്തിലിറങ്ങാതിരുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടയർ ഇല്ലാത്തത് തന്നെയാണ്. ഇനി മറ്റു ഫാസ്റ്റ് ബസ്സുകളിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ പല ബസ്സുകളും ഓടുന്നത് തേഞ്ഞ് തീർന്ന ടയറുകളുമായിട്ടാണ്. അതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും അപകടകരമായ രീതിയിലാണ് KSRTC ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ടയറുകളുടെ റീസോളിംഗ് പരിപാടി നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ റീസോളിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ത്രെഡിങ്ങിന് ആവശ്യമായ വസ്തുക്കൾ അത് KSRTCക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിക്കണമെങ്കിൽ ഈ കമ്പനികൾക്ക് KSRTC പണം നൽകണം. KSRTC പണം നൽകാത്തത് കൊണ്ട് തന്നെ ടയറിന്റെ റീത്രെഡിങ്ങിന് ആവശ്യമായ സൊല്യൂഷനും റീത്രെഡിംഗ് മെറ്റീരിയലുകളും KSRTCക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഉള്ള ബസ്സുകളിലെ മെച്ചപ്പെട്ട ടയറുകൾ, അതിപ്പോ ഓർഡിനറി ബസ്സുകളാണെങ്കിൽ പോലും ഉള്ള ബസ്സുകളിൽ നിന്നുള്ള ടയറുകൾ ഫാസ്റ്റ് ബസ്സിലേക്ക് ഇട്ട് തൽക്കാലം ഓട്ടിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് പ്രിയദർശിനി ബസ്സുകളുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നുണ്ട്. പ്രിയദർശിനി സർവീസുകൾ ക്രമാതീതമായി കുറയുന്നു. എത്രയും വേഗം ഇതിന്റെ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വലിയ അപകടമാണ് ഈ തേഞ്ഞ ടയറുമായി ഓടുമ്പോൾ KSRTC ബസ്സുകളെ കാത്തിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ യാത്രക്കാരുടെ എണ്ണം ഇരട്ടിയിലധികമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം, ഈ ടയറിന്റെ ഈ ഒരു അപാകത കൊണ്ട് തന്നെ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ആഘാതമായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് KSRTC അടിയന്തരമായി ഈ ടയറുകൾ മാറ്റിയില്ലെങ്കിൽ വലിയ ഗുരുതരമായിട്ടുള്ള സർവീസ് മുടങ്ങുന്നത് മാത്രമല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം, അപകടം വരുത്തി വെക്കുന്നു, അപകടം വിളിച്ചു വരുത്തുന്നു എന്നതുകൂടിയാണ്. ഏതായാലും ടയർ ക്ഷാമം അതിരൂക്ഷമാണ്. മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയമുണ്ട്. ഉടൻ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അശ്വിൻ ഡിയാഗോയാണ് വിശദാംശങ്ങൾ നൽകിയത്.